വൈചേട്ടൻ എങ്ങനെയാ? വൈചേട്ടനിലേക്ക് ക്യാരക്ടേഴ്സ് അന്വേഷിച്ച് വരുന്നതാണോ? പിന്നെ ഞാൻ അന്വേഷിച്ചവിടെ പോകാനത്. അപ്പൊ ഉയർന്നു പറഞ്ഞാൽ കുറച്ച് ഡാർക്ക് ഒക്കെ ആണെങ്കിൽ ഷൂട്ടിംഗ് സമയത്ത് സെറ്റ് മൊത്തം ഫണ്ണാക്കുന്നുണ്ടെങ്കിൽ അത് ഫണ്ണായിരിക്കും. അത് ഇതിനു മുമ്പ് ഞങ്ങൾ വേറൊരു പടം ചെയ്തിട്ടുണ്ട്, ടി കെ രാജകുമാർ സാറിന്റെ അപ്പ് ആൻഡ് ഡൗൺ. ബൈജുവായിട്ട് ഒരു സെറ്റ് ഇരുന്നിട്ട് അവിടെ ആരെങ്കിലും ചിരിക്കാതെ പോകാൻ പറ്റത്തില്ല. ഒരു ദിവസം ഞങ്ങളുടെ ഒപ്പം പോരെ? ബൈചേട്ടന് പിന്നെ ഇന്റർവ്യൂസ് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ബൈചേട്ടൻ ആക്ട് ചെയ്യുന്ന മൂവീസിന് നല്ലോണം ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ എത്രമാത്രം സത്യമുണ്ട് ബൈചേട്ടാ? ചേട്ടന്റെ റിയാക്ഷൻ കാണുമ്പോ സുധി ചേച്ചിനെ കാണാൻ ആരെങ്കിലും പോലെയൊക്കെ തോന്നുന്നുണ്ടോ? കൊറേ പേര് പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ ക്ലൂ വരും, ഹിന്ദിയിൽ തന്നെ 2 ആക്ടേഴ്സ് ആയിട്ട് സുധി ചേച്ചിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. പുതിയ വേറെ ആരുമായിട്ട് കമ്പയർ ചെയ്യാൻ ഞാൻ തയ്യാറല്ല. നമ്മുടെ ദീപിക പട്ടിക്കോൺ ആൻഡ് പ്രിയങ്ക ചോപ്രനെ പോലെ ഒന്നും തോന്നുന്നില്ല. ഇയാളെ കണ്ട പ്രിയങ്ക ചോപ്ര പോലെ. ഇനി ഉറങ്ങത്തില്ല. ഇനി നിങ്ങളുടെ കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് വേവലാതി വേണ്ടേ വേണ്ട. എല്ലാ സിലബസുകളിലും ഇനി മുതൽ ഓൺലൈൻ ട്യൂഷൻ നൽകാൻ ഗാർഡിയൻ ട്യൂട്ടർ. പഠിക്കുന്ന കാര്യത്തിൽ ഇനി മുതൽ നിങ്ങളുടെ കുട്ടി കൂടുതൽ കോൺഫിഡന്റ് ആയിരിക്കും. ഗാർഡിയൻ ട്യൂട്ടർ ഓൺലൈൻ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. നമസ്കാരം നമസ്കാരം നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എന്റെ ഷോയിലുള്ളത് ഉയർ എന്ന മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് നമ്മുടെ എവരും പ്രിയപ്പെട്ട ബൈചേട്ടൻ, സുധി ചേച്ചി ആൻഡ് വിനോദേട്ടൻ. നമസ്കാരം. 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 ബൈചേട്ടന് പിന്നെ ഇന്റർവ്യൂസ് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ബൈചേട്ടൻ ആക്ട് ചെയ്യുന്ന മൂവീസിന് നല്ലോണം ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത് പ്രൊമോട്ട് ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ള വ്യക്തിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ എത്രമാത്രം സത്യമുണ്ട് ബൈചേട്ടാ? ചേട്ടന്റെ റിയാക്ഷൻ കാണുമ്പോ കാരണം നല്ല തേച്ച് മുണ്ട കൊടുത്ത് ഉയർ എന്ന മൂവിയുടെ ഇത്രയും സഞ്ചലായിട്ട് ഇഷ്ടമാണോ ഇന്റർവ്യൂസും കാര്യങ്ങളും? അഭിനയിക്കുന്നതിനേക്കാൾ വലിയ പണിയാണ് ഈ പ്രൊമോഷൻ എന്ന് പറയുന്നത്. ശരിക്കും ഇഷ്ടക്കേടൊന്നുമില്ല, ഇത് നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമല്ലേ. എൻജോയ് ചെയ്തേ പറ്റുള്ളൂ. എൻജോയ് ചെയ്ത് ചെയ്യാന്നുള്ളേ ഉള്ളൂ. അപ്പൊ ഉയർ എന്നാണ് നമ്മുടെ പടം അല്ലെ, ഇൻസ്പയർഡ് ബൈ ട്രൂ ഇവന്റ്സ്. ഇത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂവിയും കൂടിയാണ്. കാരണം ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു മൂവിയാണ്. രമ്യ ചേച്ചി, നിഖിലേട്ടൻ ഇതിന്റെ ഒരു വൺ ഓഫ് ദ പ്രൊഡ്യൂസർ ആണ്. അപ്പൊ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂവിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉയർ. അപ്പൊ എന്താണ് ഉയർ? ആദ്യം ആരോടാ ചോദിക്കണ്ടേ? വിനോദേട്ടനോട് ചോദിക്കാം അല്ലെ? വിനോദേട്ട പറ. உயிர் அந்த படத்துல உண்மையிலேயே ஒரு உயிர் இருக்கு, பாக்குறவங்களுக்கு தெரியும். நேத்து செலிபிரிட்டி தமிழ்ல இல்ல அது உயிர், அதோட പേര് അതുകൊണ്ടാ പറഞ്ഞത്, വേറെ ഒന്നുമില്ല. മലയാളം അറിയാലോ? അറിയാച്ചാ വലിയതായിട്ടല്ല, അതില് ഉயிருണ്ട് അതില്. കാര്യം എന്താ വെച്ചാൽ അത് പപ്പേട്ടന്റെ മൂവി നിങ്ങൾക്ക് അറിയാം. എപ്പോഴും പപ്പേട്ടൻ ഒരു സബ്ജക്ട് കൊണ്ടുവരുമ്പോ അത് നെട്ടിപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ ഉണ്ടാവും. ഇതില് അങ്ങനത്തെ ഒരു സബ്ജക്ട് ഉണ്ട്. ഇതൊരു ക്രൈം ത്രില്ലറാന്ന് പറഞ്ഞാൽ അതുണ്ട്, ഒരു എമോഷണൽ ഡ്രാമ എന്ന് പറഞ്ഞാൽ അതുണ്ട്. സോ തീർച്ചയായിട്ടും ഉയിർ കാണാം. നമ്മുടെ പോസ്റ്ററിൽ തന്നെ ഒരു സംതിങ്, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലുക്കും നോട്ട് എന്തൊക്കെയോ സസ്പീഷ്യസ് ആയിട്ടുള്ള എന്തൊക്കെയോ ഉള്ളിലുള്ള പോലത്തെ ഒരു തോന്നൽ. എന്താണ് ക്യാരക്ടർ? ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയ ക്യാരക്ടറാണ്. വില്ലേജ് ടു വില്ലേജ് ഇങ്ങനെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി അതിനെ വിറ്റ് ബിലോ പോവർട്ടി ലൈനിൽ ജീവിക്കുന്ന ഒരു ഫാമിലിയുടെ കഥയും കൂടിയാണ് ഉയർ. അതും കൂടാതെ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ, ഒരു റൊമാൻറ്റിക് ട്രാക്ക് ഉണ്ട്, ഒരു ഇമോഷണൽ ട്രാക്കും ഉണ്ട്. ഓൾ ഇൻ ഓൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയ പപ്പേട്ടന്റെ മാജിക്കും വണ്ടർഫുൾ ആർട്ടിസ്റ്റും ബ്രില്യൻ പെർഫോമൻസസും ഉള്ളൊരു സൂപ്പർ പടാണ്. വൈചേട്ടൻ ഇതിലും ഒരു പോലീസ് ഓഫീസർ ആയിട്ടാണ്. വൈചേട്ടന്റെ ഇതിനു മുന്നേ ഉള്ള പോലീസ് ഓഫീസേഴ്സ് ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പല വേരിയേഷൻ ഉണ്ട്. കോമഡി ഉണ്ടാവും, സീരിയസ് ആയിട്ടുള്ള പോലീസ് ഓഫീസർ. അപ്പൊ ഇതിലേക്ക് വരുമ്പോ എങ്ങനെയാണ് ഉയറിലേക്ക്? ഇതിനകത്ത് അങ്ങനെ ഒരു തമാശയൊന്നും പറയാനോ കാണിക്കാനോ ഒന്നും പറ്റുന്ന സ്പേസ് ഒന്നുമില്ല. പിന്നെ ഇതൊരു പോലീസ് സ്റ്റോറി അല്ല, ഇത് ഇവരൊക്കെ ഉണ്ടാക്കി വെക്കുന്ന കുഴപ്പങ്ങളാണ് അതിനകത്ത്. സിനിമ ഇവരൊക്കെ മാനവ മര്യാദക്കൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. അപ്പൊ ഇവരുണ്ടാക്കി വെക്കുന്ന വൻ പ്രശ്നങ്ങളാണ്. അത് പിന്നെ അത് അന്വേഷിച്ച് അത് കണ്ടുപിടിച്ച്
ഒക്കെ വരുന്നതാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ അപ്പൊ ഇവര് ഇനിയെങ്കിലും ഇവര് മര്യാദയ്ക്ക് മര്യാദയ്ക്ക് ജീവിക്കുക. ഞാനിങ്ങനെ അത് ചെയ്തില്ലെങ്കിൽ പിന്നെ സ്റ്റേഷൻ പൂട്ടില്ലേ? അത് ശരിയാ, ശേഷം പൂട്ടി പോകും. ഇതുപോലത്തെ ഇത്രയും കുറച്ച് കുഴപ്പം പിടിച്ച ആൾക്കാരെ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ജീവിതത്തില് ആ ജീവിതത്തിൽ നേരിടുന്നത് ഞാൻ പോലീസൊന്നും അല്ലല്ലോ. എന്നാലും അപ്പം ആൾക്കാർ ഇപ്പൊ ഈ പോസ്റ്റർ കാണുമ്പോൾ വിചാരിക്കും അതൊരു പോലീസ് പറയാന്ന് വിചാരിക്കും. പക്ഷെ ഒരിക്കലും അല്ല. ഓക്കെ അപ്പൊ ഇപ്പൊ സിനിമ ഓൾറെഡി റിലീസ് ആയല്ലോ. അതെ ഇനി പ്രേക്ഷകർ കണ്ടിട്ട് വിലയിരുത്തട്ടെ എന്താണ്. ഇപ്പൊ അഭിപ്രായം രേഖപ്പെടുത്താനായിട്ട് ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. അതെ. ബൈച്ചേട്ടൻ ഇതൊക്കെ നോക്കൂ, റിവ്യൂസും കാര്യങ്ങളൊക്കെ ഒരു മൂവി ഇറങ്ങിയതിന് ശേഷം നോക്കാറുണ്ട്. ഓക്കെ, അതൊരു വലിയൊരു പാട്ടായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പൊ ഏതൊരു മൂവിനെ സംബന്ധിച്ചിടത്തോളം. കറക്റ്റ് അഭിപ്രായം അറിയാൻ പറ്റുമല്ലോ. അതെ. ഓക്കെ, ഈ കൂട്ടത്തില് ഈ ഉയർ മൂവി കണ്ടിട്ടിരിക്കുന്ന ഓരോ വ്യക്തിയാണ്. അപ്പൊ ആള് ഞങ്ങളോട് പറഞ്ഞു ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഒരു സംഭവം ഉണ്ട്. ഭയങ്കര ഇമോഷൻ, ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ഭയങ്കരമായിട്ട് കരഞ്ഞു പോകുന്നതാണ്. ഇപ്പൊ പ്രേക്ഷകരും എനിക്ക് തോന്നുന്നു അത് തന്നെയായിരിക്കും പറയാൻ പോകുന്നത്. അത്രയും ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ആണ്. നമ്മുടെ കണ്ണ് നിറയും. അതെ, ശരി, തീർച്ചയായിട്ടും. ആൻഡ് ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് ആണ് ഇതുപോലത്തെ കാര്യങ്ങളും ഇൻസിഡൻസും ലോകത്ത് നടക്കുന്നുണ്ട്. ഇറ്റ്സ് ഹാർട്ട് ബ്രേക്കിംഗ്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഈ ഷൂട്ട് കഴിഞ്ഞ് നേരെ ഞങ്ങൾ തിയേറ്ററിലേക്കാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെ പെർഫോമൻസ് ഒക്കെ കാണാൻ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. അപ്പൊ വിനോദേട്ടന്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അഭിനയിക്കാത്ത നടന്മാരെ വിജയ് സാറ്, രജനികാന്ത് സാറ്, ഇപ്പൊ വിജയ് ദേവർകൊണ്ട ബിഗ് പ്രൊജക്ടിന്റെ ഇവിടെ പൃഥ്വിരാജ്, അതെ, ചാക്കോച്ചൻ, അതെ, ബൈജുവേട്ടൻ. വിനോദ് വലിയ hero. വിനോദിന് എപ്പോഴും വലിയ ഹീറോസിന്റെ കൂടെ അഭിനയിക്കുള്ളൂ. ആദ്യമായിട്ടാണ് ചെറിയ നടന്മാരുടെ ആണോ? പാവ റോഷനും ഞാനും അങ്ങനെയല്ലോ വിളിക്കുന്നതായില്ല. ഞാൻ ചൂസ് ചെയ്യുന്ന കണ്ടീഷനിൽ ഞാനില്ലമ്മ. ഓക്കെ, സിനിമയിൽ ആര് വിളിക്കുമ്പോ നോക്കുന്ന വിജയ് ദേവർകൊണ്ടയുടെ പടം എന്ന് പറയും. പിന്നെ ഇതുപോലെ പറയും. ഇതിൽ റോഷൻ മാത്യു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബൈജുവേട്ടൻ ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ വിളി എങ്ങനെയാ കിട്ടുന്നത്? വേറെ ഒന്നുമില്ല, അത് താനാ അമയരുതാ, വേറെ ഒന്നുമല്ല. നമ്മ അമച്ചുകരുതില്ല. അത് താനായിട്ട് കിട്ടുന്നതാ. ഞാൻ തേടി പോയിട്ട് എടുക്കുന്നതല്ല. നമ്മൾ അന്വേഷിച്ചു വരുന്നത്. ബൈചേട്ടൻ എങ്ങനെയാ? ബൈചേട്ടനിലേക്ക് ക്യാരക്ടേഴ്സ് അന്വേഷിച്ചു വരുന്നതാണോ? പിന്നെ ഞാൻ അന്വേഷിച്ച് അവിടെ പോകാനത് അതിനുള്ള സാധനമൊന്നും ഇല്ലല്ലോ. കടയിൽ പോയിട്ട് അല്ല, ചിലവരൊക്കെ പറയില്ലേ നമ്മള് അന്വേഷിച്ച് ചെല്ലണം, അല്ലെങ്കിൽ നമ്മൾ എനിക്ക് അതിന് വിശ്വാസമില്ല. നമുക്ക് കിട്ടേണ്ടതാണെങ്കിൽ നമ്മൾ അന്വേഷിച്ചു വരും. അങ്ങനെ അതാണ് എന്റെ വിശ്വാസം. ഓൾറെഡി ഐ തിങ്ക് ഇത്രയും കൊല്ലം 300 ഫിലിംസ് അതെ ശേഷം എന്തിനാണ് തെരയാൻ പോകുന്നത്? 45 വർഷം. അത് കാരണം തന്നെ 45 വർഷങ്ങളായിട്ട് അഭിനയിക്കുന്ന എത്രയോ ബൈജുവേട്ടൻ എങ്ങോട്ടും തേടി പോകേണ്ട ഒരു ആവശ്യമില്ല, വീട്ടിലിരുന്നാ മതി. ബൈജുവേട്ടൻ എന്ന് പറയുന്നത് ഡോക്ടർ എന്തിനാ സ്റ്റെത്തസ്കോപ്പ് ഇട്ടിട്ട് പറയുന്ന പോലെയാണ്. ഡോക്ടറിന് കണ്ടാലേ അറിയാം, അതുപോലെയാണ് ചേട്ടന്. എന്താ ഇവർക്ക് രണ്ടുപേർക്കും മേടിച്ചു കൊടുക്കാം? എന്താ ഇവർക്ക് ഹാപ്പിയാണ്. അപ്പൊ എന്താ ഇവർക്ക് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഇവരെ രണ്ടുപേരും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പറയണ്ടേ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും വിനോദിന്റെ വലിയ റോള് ഇതിനകത്ത്. ഓക്കെ, അപ്പൊ എന്തോ ഉണ്ട്. വിനോദന്റെ ബ്ലാസ്റ്റ് കണ്ടിരുന്നു. ബ്ലാസ്റ്റ് കണ്ടോ? ആ മൂവി കണ്ടോ ബൈചേട്ടൻ? ബ്ലാസ്റ്റ് കണ്ടില്ല. കൈ പിടിച്ച് കുത്തുന്നത്, ഒരു കുത്തൊക്കെ കിട്ടുന്നുണ്ട്, നല്ല ഇടിയൊക്കെ മേടിച്ച പരിപാടിയാണല്ലേ. ഇത് പടത്തിന് ഇഷ്ടമല്ല, ഇത് ആണുങ്ങളെ കയറി പെണ്ണുങ്ങൾ അടിക്കുന്ന ഒരു ഇഷ്ടമാണ്. അതുകൊണ്ടാണ് സത്യം അതല്ലേ. എന്താ ഫൈറ്റ്, അത്രയും വലിയ ഫൈറ്റ് സീനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ബൈച്ചറിന് എടുക്കോ? എല്ലാം എടുക്കും. ഈ പടത്തിൽ ഓക്കെ, ഈ വിനോദേട്ടന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ എല്ലാം ഒരു കുറച്ചൊക്കെ നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടേഴ്സ് ഇപ്പൊ എടുത്തു നോക്കുമ്പോ അതെ കുറച്ചധികം ഫുള്ള് നെഗറ്റീവാ. ഒരു പോസിറ്റീവ് എവിടെ പോയാലും നമ്മുടെ അടുത്ത് കയ്യിൽ കത്തിയും കടപ്പാറയും പിന്നെ തോക്കുമാന്ന് കൊടുക്കുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. ഏത് റോൾ എടുത്താലും അവിടെ കത്തി ഉണ്ടാവും. ഈ പടത്തിൽ ഒരു ഇതുണ്ട്, ഒരു സ്പെഷ്യൽ ഉണ്ട്. ആദ്യമായിട്ട് എനിക്ക് ഒരു ഡുയറ്റ് കിട്ടിയിട്ടുണ്ട്. അതും വൺ ഓഫ് ദ ഗ്രേറ്റ് മോഡൽ സുധീന്റെ കൂടെ.
നിങ്ങൾ രണ്ടുപേരാ അതാണ് ബൈച്ചേട്ടൻ പറയണേ ഇവർ രണ്ടുപേരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാരും നന്നായിട്ടുണ്ട്. ആ. ഇവിടുത്തെ റോളൊക്കെ നല്ലതാ. ഓക്കെ. ഈ ബൈച്ചേട്ടന്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേട്ടേക്കുന്ന എല്ലാം തുറന്നു പറയുന്നത് ഭയങ്കര സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ എന്നാണ് പൊതുവെ പ്രേക്ഷകർ എല്ലാരും പറയുന്നത്. കാരണം ബൈച്ചേട്ടന്റെ ഇന്റർവ്യൂസിന്റെ അടിയിൽ മൊത്തം വരുന്നത് ഇത്രയും പച്ചയായ മനുഷ്യൻ, ഇത്രയും സത്യസന്ധമായ മനുഷ്യൻ. பைசேட்டனை பொறுத்த வரைக்கும் அவர் பலாப்பழம் மாதிரி அது மேலெல்லாம் ஃபுல்லா முள்ளு இருக்கும், திறந்து பாத்தீங்கன்னா இப்படி இனிப்பான சொலை இருக்கும், அது மாதிரி. ഇനിപ്പാന സൊള അങ്ങനെയെല്ലാം മുള്ളു. നല്ലൊരു ഉപമ അല്ലേ? സുധചേച്ചിക്ക് എന്താ തോന്നുന്നത്? ഭയങ്കരമായിട്ട് എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ ആയിട്ട് പറയും. അങ്ങനെ ഒരു നമ്മള് എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ ഒരിക്കലും ആയിരിക്കില്ല. ഓരോരോ വൺ ലൈനർ ഇങ്ങനെ സിക്സ് അടിച്ചോണ്ടേയിരിക്കും ബൈചേട്ടൻ. രസമായിരുന്നു കേൾക്കാൻ. ഒരു സ്വഭാവമല്ലേ? അതെ. രസമാണ്. സെറ്റിൽ മൊത്തം ടൈം കോമഡിയാണ്. അപ്പൊ ഉയർന്നു പറഞ്ഞാൽ കുറച്ച് ഡാർക്ക് ഒക്കെ ആണെങ്കിൽ ഷൂട്ടിംഗ് സമയത്ത് സെറ്റ് മൊത്തം ഫണ്ണാക്കുന്നത് ഉണ്ടെങ്കിൽ അത് ഫണ്ണായിരിക്കും. அது பொழப்பாது. ഇതിനു മുമ്പ് ഞങ്ങള് വേറൊരു പടം ചെയ്തിട്ടുണ്ട്, ടി.കെ. രാജീവ് കുമാർ സാറിന്റെ അതെ, അപ്പ് ആൻഡ് ഡൗൺ ബൈജുവേട്ടൻ ഒരു സെറ്റിൽ ഇരുന്നിട്ട് അവിടെ ആരെങ്കിലും ചിരിക്കാതെല്ലാം പോകാൻ പറ്റത്തില്ല. ടൈം. ഓക്കെ. ഒരു ദിവസം ഞങ്ങളുടെ ഒപ്പം പോരെ? കൊണ്ടുപോയാ മതി. റോൾ തേടി വന്നു എത്തിക്കാൻ. അതെ, ഒരു ദിവസം മൊത്തം ചിരിക്കാലോ. പറഞ്ഞേ ഞാൻ എവിടെ അന്വേഷിച്ചു പോകത്തില്ല, എന്നെ അന്വേഷിച്ച് വരും എന്ന് അതെ. ചേട്ടാ. ഞാൻ അവിടെ ഇപ്പൊ ബൈച്ചേട്ടൻ ഭയങ്കര ജിം ഫ്രീക്കിനൊക്കെ ആയി. എന്തൊക്കെ അഭ്യാസങ്ങളാ? അതൊക്കെ ഇപ്പഴൊക്കെ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമല്ലേ ഇതൊക്കെ ആൾക്കാർ കാണും. ആ. മുമ്പൊക്കെ ചെയ്തോണ്ടിരുന്നത് ആണോ? എവിടെ പോയി ആരെ കാണിക്കുമായിരുന്നു? പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. അതെ, ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നു. അപ്പൊ ജിം രാവിലെ എണീറ്റിട്ട് ഡോറ് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് എക്സസൈസ് ചെയ്യാം റോട്ടില്. ഇല്ല, പല സംഭവങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്നുണ്ട്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്യുന്നില്ല. എന്തൊക്കെയോ സംഭവം ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഹൈറ്റ് ഒക്കെ എടുത്തിട്ട് ഒരുപാട് പോസ്റ്റുകൾ ഇടുന്നു. ജിം വർക്ക്സ് ഒക്കെ. ജീവിച്ചു പോണ്ടേ? ബൈച്ചേട്ടൻ എങ്ങനത്തെ മൂവീസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ? ലൈക്ക് അങ്ങനെ ചെക്ക് ചെയ്യാറുണ്ടോ? ലൈക്ക് നമ്മുടെ ക്യാരക്ടർ കോമഡി ചെയ്യാൻ ഇഷ്ടമാണ്, സീരിയസ് ചെയ്യാൻ ഇഷ്ടമാണ്. അങ്ങനെ അതിന് പരമ്പുകളൊന്നും ഇല്ല. നല്ല സംഭവങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. അത് കിട്ടുന്ന ഒരു ചെറിയ സ്ഥലത്തും ചേട്ടൻ അതിലൊരു காமெடி ചെയ്യും. ഞാൻ അതിൽ ஒரு டயலாக் ഉണ്ട്, அது மாத்திரம் இல்ல. சார் எனக்கு கொஞ்சம் குடிக்கிற பழக்கம் இருக்கு. உடனே சார் அது கண்டால் என்ன അറിയുന്നത്? മൂഞ്ചി பார்த்தாலே தெரியும். അത് ആക്ച്വലി ഇല്ല, സ്ക്രിപ്റ്റിൽ ഇല്ല. அது ഉണ്ടായിരുന്നു. സാർ எனக்கு ഞാൻ ഭയങ്കര ഫീലിംഗ് ആയിട്ട് പറയും, സാർ எனக்கு கொஞ்சம் குடிக்கிற பழக்கம் இருக்கு, തണ്ണി അടിക്കാം, எனக்கு கொஞ்சம் தண்ணி அடிக்கிற பழக்கம் இருக்கு. അത് പെട്ടെന്ന് ആരും വിചാരിക്കാം അത് മൂഞ്ചിയെ பார்த்தாலே தெரியுது. ശരിക്കാൻ പറ്റും. അതും ഭയങ്കര കോമ്പാക്ട് ആയ ബസ്സിൽ വെച്ച് ആരും കൂടുതലായിട്ട് ആൾക്കാരില്ലാതെ അജയ് സാറാണ് ക്യാമറ. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര കോമ്പാക്ട് ആയിട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെന്നു. അങ്ങനെ ഭയങ്കര ഫീലിംഗ് ആയിട്ട് സാർ എനിക്ക് കൊഞ്ചം കുടിக்கிற പഴക്കം ഇருக்கு. ഞാൻ പറഞ്ഞ അടുത്ത വിളിച്ച അത് മൂഞ്ചിയെ பார்த்தாலே தெரியுது. ഇപ്പം നിങ്ങൾ റോഷന്റെ കാര്യം ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. റോഷൻ അടിപൊളിയായിട്ട് ചെയ്തു. നിങ്ങൾ രണ്ടും ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ കേട്ടു. ചില അബൌട്ട് റോഷൻ ഇതിലേക്ക് വന്നു. റോഷന്റെ ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആക്ടിംഗ് എന്ന് വെച്ചാൽ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു എന്താ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് റോഷൻ. ഓ, തമിഴ് മൂവീസ് ആൻഡ് മലയാളത്തിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു തമിഴുകാർ ഭയങ്കരമായിട്ട് നെഞ്ചിലേറ്റുന്ന ഒരു എന്താ പറയാ ഇൻഡസ്ട്രിയാണ് മലയാളം ഇൻഡസ്ട്രി. അപ്പം ഇതിൽ മേജർ ഡിഫറൻസ് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒന്നും വലുതായിട്ടല്ല ഒന്നുമില്ല. കാര്യം എന്താ വെച്ചാ ഇതിൽ ഞാൻ തമിഴ്നായിട്ട് ചെയ്തെങ്കിൽ ഞാനും ശ്രുതിയും തമിഴിലാണ് അതിൽ സംസാരിക്കുന്നത്. ഇനി കൂടുതലായിട്ട് ശ്രുതി നിങ്ങൾ അവിടെ കാണാം. ഐ വിഷ്. സോ മിക്കവാറും ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന കാര്യം ഒരേ ഒരു സംഭവം. മറ്റുള്ള ടെക്നീഷ്യൻസ് എനിക്ക് അറിയുന്നില്ല. ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് വേണമെങ്കിൽ ഡിഫറെന്റ് ആവും. ഞാൻ തെലുങ്കിൽ പോകുമ്പോൾ അവിടെ ആക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അഭിനയിച്ചനാവണം, വേറെ ഒന്നുമില്ല. തമിഴിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഇപ്പൊ ഒരു സെയിം ഒരു കഥ ട്രീറ്റ് ചെയ്യുന്ന രണ്ട് വിധത്തിലായിരിക്കും. തമിഴില് അവര് ട്രീറ്റ് ചെയ്യുന്ന ഒരു സെയിം സ്റ്റോറി ട്രീറ്റ് ചെയ്യുന്ന വേറെ രീതിയിലായിരിക്കും, മലയാളത്തിൽ വേറെ രീതിയിലാണ്. തമിഴിലാണ് ഈ പടം എടുക്കുന്നതെങ്കിൽ ഒരു 3 ഫൈറ്റിനുള്ള സ്കോപ്പ് ഉണ്ട്. ഇതിനേക്കാളും കൂടുതൽ ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഉണ്ടാവും തീർച്ചയായിട്ടും. നിങ്ങൾക്ക് ഈ പടം അറിയാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് ഇത് അറിയില്ലാത്തോട്ടും മൂളിക്കൊണ്ടിരിക്കാം. ബൈച്ചേട്ടൻ ഇങ്ങനെ തമിഴ് അല്ലെങ്കിൽ തെലുങ്കു അല്ലെങ്കിൽ ഹിന്ദി മൂവീസ് ഒക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടോ? തെലുങ്ക് മുഖമല്ലേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു പറഞ്ഞിട്ടുണ്ട്.
പക്ഷെ ഇന്നൊരു തെലുങ്ക് പടത്തിലും അവനെ ചെയ്തു. എനിക്ക് കുറച്ച് ചൈനീസ് ഫേസ് ഉണ്ടെന്ന് പോലും ചൈനീസ് എനിക്ക് ഒരു കുറച്ച് ആളിവിട്ടും കിട്ടിട്ടേ എനിക്ക് ചേട്ടാ ഒരു നമുക്ക്. ഓഫറും വന്നിട്ടില്ല. ഒരു ഓഫറും തമിഴിൽ വന്നിട്ടില്ല. വന്നിട്ടില്ല, തെലുങ്കിൽ വന്നിട്ടില്ല. ഇല്ല, ഹിന്ദിന്നും വന്നിട്ടില്ല. ഇല്ല, ആ എന്തുകൊണ്ടാന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാനും ചോദിച്ചു ഈ ചോദ്യത്തിന് ഞാൻ സെറ്റിൽ ഇരിക്കുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ എന്താ ചേട്ടന് അതർ ലാംഗ്വേജിൽ കിട്ടാതെ കാര്യം എന്ന് വെച്ചാൽ ഓഫർ എന്തെങ്കിലും നിങ്ങൾ ഡിനൈ ചെയ്താണോ? ആ ഇല്ല വിനോദ്, എനിക്ക് വന്നിട്ടില്ല. എനിക്ക് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. വന്നിട്ടില്ല. ഓക്കെ, ഞാനും ചേട്ടന്റെ ഞാൻ അന്വേഷിച്ച് പോയിട്ടുമില്ല. പോയിട്ടില്ല. ഓക്കെ, ഈ തമിഴിലേക്കൊക്കെ ഒരു ഇപ്പൊ ശ്രുതി ചേച്ചി തമിഴില് മൂവീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ തമിഴില് ചെയ്തിട്ടില്ല, ഞാൻ കന്നഡയിലും കന്നഡയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദിയില് ആർട്സ് ആയാലും ഹിന്ദി മൂവീസ് അല്ലെങ്കിൽ സ്റ്റേജ് ഹോസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം വീണ്ടും മലയാളത്തിലേക്ക് എനിക്ക് തോന്നുന്നു ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സ്പാ എന്നുള്ള മൂവിയാണ്. അപ്പൊ അതൊരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള മൂവിയാണ്. അപ്പൊ ഉയർലേക്കും വരുമ്പോഴും പെർഫോമൻസ് ഓറിയന്റഡ് ആണോ ചെക്ക് ചെയ്തത്, അതോ ഈ ഒരു ടീം ആണോ ചെക്ക് ചെയ്തത്? ഫസ്റ്റ് നോക്കിയത് പപ്പേട്ടനാണ്. ഫസ്റ്റ് പപ്പേട്ടൻ വിളിച്ചപ്പോ നിഖിലാണ് എന്നെ ആദ്യം വിളിച്ചത്. പിന്നെ എന്തോ ഒരു വർക്ക്ഔട്ട് ആവുണ്ടായിരുന്നില്ല. നിഖിൽ പറഞ്ഞു, യു ജസ്റ്റ് ഡു ദിസ്, ജസ്റ്റ് ട്രസ്റ്റ് മീ, പപ്പേട്ടൻ വരുന്നുണ്ട് ബോംബെയിൽ, ഗോ ആൻഡ് മീറ്റ് ഹിം. അപ്പൊ പപ്പേട്ടൻ വരുന്നുണ്ട്, പപ്പേട്ടൻ പടമാണെന്ന് വിചാരിച്ചു കേട്ടപ്പോ ഐ വാസ് ഓൾറെഡി സോൾഡ്. പിന്നെ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു, പപ്പേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ കൺവിൻസ് ചെയ്യും, ശോഭ ഞാൻ തന്നെയാണെന്ന് കൺവിൻസ് ചെയ്തിട്ടേ വിടുള്ളൂ എന്ന്. പപ്പേട്ടൻ വന്ന സ്റ്റോറിയൊക്കെ പറഞ്ഞു, ഞാൻ കേട്ടു, ആൻഡ് ഐ വാസ് കംപ്ലീറ്റ്ലി സോൾഡ്. ദ വേ പടം കാണുമ്പോ യു വിൽ നോ വൈ ഇസ് ഇറ്റ് സോ എക്സൈറ്റിംഗ് ദ സ്റ്റോറി. എന്നിട്ട് കുറച്ചു ദിവസം പപ്പേട്ടൻ വിളിച്ചില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, അയ്യോ ഇത് ഡിസൈഡ് ചെയ്തോ എന്തോന്ന് അറിയില്ല. പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചു, പപ്പേട്ടൻ എന്താ ആലോചിച്ചിരിക്കുന്നത്, എന്താ വിചാരിച്ചിരിക്കുന്ന ഡിസിഷൻ എന്താണെന്ന്. പപ്പേട്ടൻ said yes, നിങ്ങൾ തന്നെയാണ് ശോഭ. ക്യാരക്ടറിന്റെ പേര്. എന്നിട്ട് ഫസ്റ്റ് അതാണ്. പിന്നെ രണ്ടാമത് കേം വിച്ച് ഓൾ ദീസ് ആർട്ടിസ്റ്റ് അതർ. വിനോദേട്ടന്റെ കൂടെ പെയറിംഗ് ആയിരുന്നു, കഥ എല്ലാം കൂടി ഒരു വെരി റെയർ ആയിട്ടാണ് എല്ലാം ആസ്പെക്ട്സ് ഒരു പടത്തിന് വർക്ക്ഔട്ട് ആവുന്നത് ഫോർ ആസ് എൻ ആക്ടർ, ഒരു സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട്. ഇത് ആ പടമായിരുന്നു. സ്റ്റോറി ഉണ്ട്, ക്യാരക്ടർ ഉണ്ട്, അഭിനയിക്കാനുണ്ട്, വേറെ ലാംഗ്വേജും ഉണ്ട്, തമിഴുണ്ട്. സോ ഐ ഹാഡ് എവറിത്തിങ്, എല്ലാം ബോക്സസ് ടിക് 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 ടിക്. സോറി, അപ്പൊ എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അല്ലേ എല്ലാ എല്ലാം ടിക്കറ്റ്. അപ്പൊ പിന്നെ എന്തായാലും ചെയ്തിരിക്കാം. ഇപ്പൊ ബൈച്ചേട്ടൻ പറഞ്ഞില്ല, ബൈച്ചേട്ടനെ കാണാൻ ഒരു തെലുങ്ക് നടന്റെ ലുക്ക് ഉണ്ട്. ഇപ്പൊ ഈ ശ്രുതി ചേച്ചിനെ കാണാൻ ആരെങ്കിലും പോലെയൊക്കെ തോന്നുന്നുണ്ടോ? കൊറേ പേര് പറഞ്ഞിട്ടുമുണ്ട്. നടിയല്ല, ഞാൻ പോവാറ് ഹിന്ദിയിൽ തന്നെ 2 ആക്ട്രസ് ആയിട്ട് ശ്രുതി ചേച്ചിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. അതെ, ഭയങ്കര ഫേമസ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന 2 പേരുകളാണ്. ആരുമില്ല, ആരും നിങ്ങളത് പറയട്ടെ. വേറെ ആരുമായിട്ട് കമ്പയർ ചെയ്യാൻ ഞാൻ തയ്യാറല്ല. സ്പെഷ്യൽ എഡിഷൻ പറഞ്ഞു കൊടുക്കുക ചേട്ടാ. സ്പെഷ്യൽ എഡിഷൻ. അതെ, സ്പെഷ്യൽ എഡിഷൻ. വിനോദത്തിന് ചാൻസ് കൊടുക്കട്ടെ. ആരുമില്ല. അല്ല, ശ്രുതി ചേച്ചിനെ നോക്കിയിട്ട് ആരെങ്കിലും പോലെ സിമിലാരിറ്റി തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട് சொன்னா ഓവർ ആയിടും. ഞാനത് പറഞ്ഞതാ. எனக்கு ஸ்ருதியை பார்க்கும்போது நான் ஸ்ருதிகிட்ட சொல்லியிருக்கேன்னு தெரியல, நம்ம இந்தியன் ஜெனிஃபர் லோபஸ் மாதிரியே இருக்க மாட்டீங்க அப்படின்னு പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദീപിക പടുക്കോണാലും പ്രിയങ്ക ചോപ്രനെ പോലെ ഒന്നും തോന്നുന്നില്ല. ഇയാളെ കണ്ട പ്രിയങ്ക ചോപ്ര പോലെ ഉണ്ട്. ആക്കിയതാണെങ്കിലോ എനിക്കത് ഇനി ഉറങ്ങത്തില്ല. പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടാവും, പോഡ്കാസ്റ്റിന്റെ. അല്ല, ചേച്ചിയോട് തന്നെ കുറെ പേര് പറഞ്ഞിട്ടുള്ളതല്ലേ ഈ 2 പേരുടെ സിമിലാരിറ്റി ഉണ്ടെന്ന്. കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഐ തിങ്ക് ഇറ്റ്സ് എ ഡസ്കി സ്കിന്നായ കാരണം. അവിടെയാണെങ്കിൽ എന്നെ മാത്രമല്ല വേറെ എന്റെ മോഡൽ ഫ്രണ്ട്സിനെയും എന്നെ വെച്ച് കമ്പയർ ചെയ്യും. പക്ഷെ ശരിക്കും നോക്കുകയാണെങ്കിൽ ദർ ഇസ് നോ സിമിലാരിറ്റി. നമ്മുടെ ഈ ഡസ്കി സ്കിന്നായ കാരണം അത് കുറച്ചിങ്ങനെ സിമിലാരിറ്റി ആയിട്ട് തോന്നും. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നിയിട്ടില്ല. ബൈച്ചേട്ടൻ എന്തായാലും എന്നെ കാണാൻ പ്രിയങ്ക ചോപ്രനെ പോലെ തോന്നിയെന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കിടക്കട്ടെ. ദീപികയുണ്ടല്ലോ ഇവിടെ ഈ സൈഡിൽ. അതല്ല, നിങ്ങളെ 3 പേര് വിക്കിപീഡിയ ഒക്കെ സെർച്ച് ചെയ്തേ, നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യല്ലോ. ബൈച്ചേട്ടന്റെ വിക്കിപീഡിയ സെർച്ച് ചെയ്തപ്പോ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം കിട്ടി. നമ്മുടെ പല രീതിയിൽ വിക്കിപീഡിയ ചെയ്ത് കോൺട്രവേഴ്സി എന്ന് പറഞ്ഞ ഒരു സംഭവം. ബൈച്ചേട്ടൻ നോക്കിയിട്ടുണ്ടോ?
മനുഷ്യന്റെ ജീവിതമല്ലേ, കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാവും. എന്നാൽ അങ്ങനെ വിക്കിപീഡിയയിൽ ഇങ്ങനെ കൊടുക്കൂല. ഞാൻ ആദ്യമായിട്ടാ കോൺട്രവേഴ്സി എന്ന് പക്ഷെ പറഞ്ഞു. വിക്കിപീഡിയ ആരാ ഉണ്ടാക്കിയത്? ബൈജേട്ടനാണോ ഉണ്ടാക്കിയത്? എന്റെ വിക്കിപീഡിയ വേറെ ആരും ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഐ കാണ്ട് ഈവൻ എഡിറ്റ്. അതിൽ എന്തൊക്കെയോ ഇൻഫർമേഷൻ ഇട്ടിട്ടുണ്ട്, ബട്ട് ഹാഫ് ഓഫ് ഇറ്റ് ഇസ് നോട്ട് ട്രൂ. എനിക്ക് എനിക്ക് വേണം, എനിക്ക് ഒരു വിക്കിപീഡിയ ഉണ്ടാക്കാം. അതെ, എനിക്കൊരു വിക്കിപീഡിയയിലുള്ളതൊന്നും കറക്റ്റ് അല്ല. ഒന്നുമല്ല, ചില ഇൻഫർമേഷൻ കറക്റ്റ് ആണ്, പക്ഷെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നില്ല ഈ ഡേറ്റാസ് എല്ലാം കളക്റ്റീവ് ഓഫ് ഡേറ്റാസ് ആണ് വിക്കിപീഡിയ. അതെ. അത്രേ ഉള്ളൂ. സോ ഇറ്റ് ഇസ് നോട്ട് എവറിഥിങ് ഇസ് നോട്ട് ആക്യുറേറ്റ്. വൈചേട്ടന്റെ വിക്കിപീഡിയ ക്രിയേറ്റ് ചെയ്ത ആരോ സ്നേഹിതനാണ്. ഭയങ്കര, അല്ലാതെ കോൺട്രവേഴ്സി എന്നും പറഞ്ഞ ഞാൻ കോൺട്രവേഴ്സി എന്ന് പറഞ്ഞു കൊടുത്തേക്കാം. സത്യം, അത് സത്യമാണ്. ഓക്കെ, അതെന്തിനാ അങ്ങനെ കൊടുത്തേക്കണേന്ന് അത് കണ്ട ഒരു സന്തോഷം ഉണ്ടാവട്ടെ. വെറുതെ ഇരിക്കല്ലേ പോകുമ്പത്തേനും. ഇതിന്റെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ സ്വന്തം മൂവിയാണ്. വൺ ഓഫ് ദ ലൈൻ പ്രൊഡ്യൂസർ രമി ചേച്ചിയുടെ ഹസ്ബൻഡ് ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു പ്രൊഡക്ഷൻ ഒക്കെ? எங்க முதலாளி சந்தோஷ் விக்ரமன் நல்லாவே பாத்துக்கிட்டாரு எங்களை. ആക്ച്വലി ഇത് സപ്പോർട്ടീവ് പ്രൊഡ്യൂസർ അല്ലേ, നല്ലപോലെ സപ്പോർട്ട് ഒരു എല്ലാം അടിപൊളിയായിരുന്നു. അതല്ലേ, എല്ലാം എവറിഥിങ് ജസ്റ്റ് വർക്ക്ഡ്. ഒന്നിനും കുറവുണ്ടായില്ലല്ലോ. അടിപൊളി ഫുഡ്, സമയത്ത് പാക്കപ്പ് ഒക്കെ വിളിച്ച് ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. നൈറ്റ് ഷൂട്ട് അതെ, ഞങ്ങക്ക് നൈറ്റും നൈറ്റ് ഷൂട്ട് ഇല്ലായിരുന്നു. ഫൈറ്റ് വേറെ ഉണ്ടായിരുന്നു. അന്ന് ഫൈറ്റ് ചെയ്തത് നല്ല കിടലോ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. നല്ല റോളാ. കുറിച്ച് ശ്രുതി ചേച്ചിനെ പറ്റി ഒന്ന് പറഞ്ഞു. പറയേണ്ട കാര്യം. അതെ, നമ്മുടെ ഇന്ത്യൻ രണ്ട് മൂന്ന് വിഷയத்துக்கு മെനക്കെട്ടാ. ഗ്ലാമറസ് അല്ലാത്ത റോളാണ് ശ്രുതിയുടെ. എന്താ വെച്ചാ ഇപ്പൊ ആ റോളിലെല്ലാം ഞങ്ങള് ആ ഉടുപ്പിട്ടാൽ തന്നെ അത് മാറിയേക്കും. പക്ഷെ ശ്രുതി ഒരു ഷീസ് എ ഹാർലി ഡേവിഡ്സൺ മോഡലാണ്, നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. സോ അതിൽ നിന്ന് ആ നാടോടിയായിട്ട് മാറുന്നതിന് നിറയെ മെനക്കെട്ടിട്ടുണ്ട്. അതേപോലെ ഡയലോഗ്, തമിഴ് ഡയലോഗ് ഇതിൽ കംപ്ലീറ്റ് തമിഴ് ഡയലോഗ്, മലയാളം ഒന്നും ഒരു വാക്ക് മലയാളം ഇല്ല, ഒരു വാക്കില്ല. മലയാളം ഹിന്ദി ഒക്കെ ഉണ്ട്. പക്ഷെ மலையாளம் சுதிக்கு சொல்றேன் நான். சுதி ஃபுல் ஆயிட்டு அதான். ஏன்னா அது என் கூட வந்து എന്റെ കൂടെ തന്നെ ഇരുന്ന് ആ ഡയലോഗ് എല്ലാം അത് കാര്യം ഇത് എന്തിനാ വരുന്നത്, ഇത് എന്തിനാ വരുന്നത്, ഇത് എങ്ങനെയാ സ്ലാങ് പിടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അത്രയ്ക്ക് മെനക്കെട്ടാണ് ഈ വിനോദേട്ടൻ എന്നെ കുറെ സെറ്റില് ഹെൽപ്പ് ചെയ്തു. തമിഴ് ഇസ് നോട്ട് മൈ ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജും അല്ല. ആ ടിപ്പിക്കലായ സ്ലാങ് ഒക്കെ പഠിക്കാൻ വേണ്ടിട്ട് വിനോദേട്ടൻ. ഓക്കെ, ഇനി ഒരു ചെറിയൊരു സെഗ്മെന്റിലേക്ക്, ഒരു ഉയർ സെഗ്മെന്റിലേക്ക് കൊണ്ടുപോവാണേ. വിശക്കുന്നുണ്ടെന്ന് തോന്നണല്ലേ? എനിക്ക് വിശക്കുന്നുണ്ട്. ഇല്ല, ദീപിക പണക്കൂടെ കണ്ടാല് വിശപ്പ് പോകും. നിങ്ങൾ ശരിയല്ലേട്ടാ? അതന്നെ പറഞ്ഞ പേര് പറയും. ദീപിക ദൈവമേ, എന്റെ ഏറെ കേട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചു. സെഗ്മെന്റ് ആണ്. ബൈജു ചേട്ടന് ഇവര് ടീമായിട്ടല്ലേ? ഇവര് ടീമല്ല, എല്ലാവർക്കും കൂടെ ഇൻഡിവിജ്വൽ. ഓക്കെ, ജെൻസിയുടെ മീനിങ് കറക്റ്റ് ആയിട്ടുള്ള ജെൻസി. ഇപ്പൊ ജെൻസി 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 ഇങ്ങനെ എല്ലാരും പറഞ്ഞേക്കാം, എനിക്കറിയില്ല. ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ. ഓക്കെ, ജെൻസി എന്ന വാക്ക് കേൾക്കുമ്പോ പുതിയ ജനറേഷനിലുള്ള ആൾക്കാർ ജെൻസി. ജെൻസി ജെൻസി വൈബ് ഇഷ്ടമാണോ ബൈജു ചേട്ടന്? എന്താ കുഴപ്പമെന്താ? അതിനെന്താ, ഓരോ കാലഘട്ടത്തിൽ ഓരോ വൈബല്ലേ, കാലം മാറുമ്പോ കോലം മാറും പറഞ്ഞാൽ. അതെ, ഇങ്ങനെ. ഓക്കെ, ഇതിന്റെ ഒക്കെ വേർഡ്സിന്റെ ഒക്കെ മീനിങ് ആട്ടോ നിങ്ങൾക്ക് അറിയാവുന്ന വേർഷൻ ഇപ്പൊ കുറെ കേട്ടിട്ടുള്ളതാണല്ലോ. ഓക്കെ, ഉയർ സെഗ്മെന്റ് അല്ല കേട്ടോ, റാൻഡം ആയിട്ടുള്ള. പൂക്കി, പൂക്കിയുടെ എന്തായിരിക്കും? ഇവിടുത്തെ പുതിയ വാക്കാത്. അയ്യോ, തമിഴിലൊന്നും ആയിട്ടില്ല. തെലുങ്കിൽ ചീത്ത വാക്കാ. തെലുങ്കില് ചീത്ത വാക്കാണെന്ന്. ആണോ? ഞാൻ പിന്നെ പറയുന്നുണ്ട്. അയ്യോ, അയ്യോ, ഇവിടെ ഇങ്ങനെ ക്യൂട്ട് പൂക്കി വൈബൊക്കെ പറയില്ലേ? ജെൻസിയുടെ ഒരു വേർഷനാട്ടോ. ഓ, തെലുങ്കിലത് വേറെ. വിനീത് തട്ടില്ലേ, ഞങ്ങള് ആ ഒക്കെ ചെയ്യുന്ന സമയത്ത് വിനീത് തട്ടിലായിരുന്നു പൂക്കി. ഓൺ സെറ്റില് പൂക്കി, പ്രൊമോഷൻസിലെ പൂക്കി. അതെ, വിനീത് അതെ, അൺഎക്സ്പെക്ടഡ്. നമ്മള് വിനീതിന്റെ ക്യൂട്ട് ആവാൻ എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് അവര് ക്യൂട്ട് ആവും, ആണ് പൂക്കി. പക്ഷെ ഇതെനിക്ക് തെലുങ്ക് വേർഷൻ എനിക്ക് അറിയണം. അതെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ മീനിങ്. തെലുഗു എന്താ ആ വേർഡ് കേൾക്കുമ്പോ പെട്ടെന്ന് വായിച്ചു? തെലുഗു അത് സർവമായ ആ കുട്ടിയെ എനിക്ക് ഓർമ്മ വരുന്നത്.
എന്താണ് ഡെലിവറി എന്ന് വെച്ചാൽ? ഡെലൂലു ഇസ് ഡെല്യൂഷന്റെ ഷോർട്ട് ഫോം ആണ് ഡെലൂലു. സർവമായം അല്ലെ? അത് തന്നെയല്ലേ അതിന്റെ അർത്ഥം? ഡെല്യൂഷൻ ഇനി ചോദിച്ച ആളെന്ന് അറിഞ്ഞൂടെ? അതെ, സർവമായം. അതന്നെയാ. അതിന്റെ മലയാളം ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇത് തന്നെ സർവമായം തന്നെ അർത്ഥം. റെഡ് ഫ്ലാഗ് എന്താ? ന്യൂജൻ വേർഡ്സ് ആണ്. റെഡ് ഫ്ലാഗ് എനിക്കറിയാം, നിങ്ങൾ പറയൂ. റൈച്ചേട്ടൻ പറ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ല. Yes, Red flag. comrade. ഡിനൈ ചെയ്യുന്നതല്ലേ? അല്ല, റെഡ് ഫ്ലാഗ് എന്ന് വെച്ചാൽ നമ്മള് ഒരു റിലേഷൻഷിപ്പിലാവുമ്പോ നമ്മൾ ചില സൈൻസ് കിട്ടും. അത് അവര് not date him. ഓക്കെ അവര് നമ്മുടെ കൂടെ ഇല്ല എന്ന് പറഞ്ഞു. അല്ല, ചീറ്റിംഗ് suppose Okay. cheating, that's a red flag. ഒരു bad behavior is red flag. Bad behavior, ബാഡ് ബിഹേവിയർ ആണ് റെഡ് unacceptable ഫ്ലാഗ്. behavior, red flag. ആരെങ്കിലും ബാഡ് ബിഹേവിയർ കാണിച്ചാൽ എന്ന് പറഞ്ഞാൽ പോലെ എന്തിനാണ് റെഡ് ഫ്ലാഗ് എന്നൊക്കെ പറഞ്ഞു? ചെൻസിയുടെ language. ചെൻസിയുടെ ലാംഗ്വേജ് റെഡ് ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ പോരെ, അപ്പൊ അവർക്ക് ഒരു സങ്കടം ആവത്തില്ല. സസ്പീഷ്യസിന് സസ് എന്നേ പറയുള്ളൂ. അതെ. യു നോ ഇറ്റ്, അപ്പൊ അറിയാല്ലേ. ഇന്നലെ പഠിച്ചത്. അയ്യോ, ഇതിൽ എനിക്ക് 2 വാക്കിന്റെ മീനിങ് എനിക്കും അറിയില്ല. റിസ്, കറിസ്മ. റിസ് എന്ന് പറഞ്ഞാൽ യു ഗോട്ട് നൈസ് റിസ്, യു ഹാവ് കറിസ്മ. അത് WRIZZ. റിസ് എന്ന് പറഞ്ഞാൽ കറിസ്മയുടെ ഷോർട്ട് ആണ്. ചേച്ചിക്ക് എല്ലാം അറിയാലോ. ജെൻസി ആയിട്ട് ഭയങ്കര കമ്പനിയാണോ? അവിടെ കുറെ എനിക്ക് ജെൻസി, എന്റെ ടീമില് ജെൻസീസ് ഉണ്ട്. എന്റെ നെക്സ്റ്റ് ഇന്റർവ്യൂലെങ്കിലും കുറച്ചിങ്ങനെ വായി നോക്കിയിരിക്കാതെ എന്തെങ്കിലും പറയണം നമ്മളോ. പിന്നെ അത് മില്ലേനിയൽസിന്റെ വാക്കാണ്. ജെൻസീസ് പ്ലീസ്, ഇറ്റ്സ് അവർ വാക്ക്. ഓക്കെ. വൈചേട്ടൻ ഓറാന്ന് കേൾക്കുമ്പോ മനസ്സിലേക്ക് വരുന്ന ഒരു മുഖം ആരുടെയാ? ഓറ. ഓറ നല്ലൊരു ഓറ. യെസ്. എനിക്ക് തോന്നുന്നു ആളെ കാണുമ്പോ ഒരു ഓറോ ഫീൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഇപ്പൊ എനിക്ക് തോന്നിട്ടുള്ളത് വിജയ്, ഞാൻ പറയാന്ന് വിചാരിച്ചാ നിങ്ങൾ പറഞ്ഞു. ചീഫ് മിനിസ്റ്റർ വിജയ്. യെസ്. ജോസഫ് വിജയ്, യെസ്, ഓണറബിൾ ചീഫ് മിനിസ്റ്റർ. ഭയങ്കര ഓറ. ശ്രുതി ചേച്ചിക്ക് ഓറാന്ന് പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന ആരാ? എനിക്ക് എപ്പോഴും, ഞാൻ ചെറുപ്പത്തിലെ മുതൽ എനിക്ക് സുഷ്മിത സെനും ഒക്കെ ഒന്നുമ്പോ ഭയങ്കരമായിട്ട് ഓറ തോന്നും. എനിക്ക് അതാ തോന്നുന്നത്. പക്ഷെ ഇപ്പൊ കറക്റ്റ് ആവുന്നത്. അതെ, ഇത് പറഞ്ഞപ്പോ നമുക്ക് എല്ലാവർക്കും ഞാൻ ജനനായകയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആണല്ലേ? സോ കത്തിയിലുണ്ടായിരുന്നു. ഓക്കെ. എങ്ങനെയുണ്ട് നമ്മുടെ ചീഫ് മിനിസ്റ്റർ? സാറിനെ പറ്റി ലൈക്ക് ഒരുപാട് നല്ലത്. കത്തിയിൽ അഭിനയിച്ച് 2012-13 പിന്നെ കാണുന്നത് 2025 കറക്റ്റ് ആയിട്ട് ഓർമ്മ വെച്ച് ஹாய் நண்பா எப்படி இருக்கீங்க சார் நல்லா இருக்கேன் சார் சார் நான் கத்தியில தெரியும் வேற என்ன பண்ணிட்டு இருக்கீங்களா ஆமா சார் பண்ணிட்டு இருக்கேன் சார் പറഞ്ഞ് ഒന്ന് സ്റ്റാർട്ട് ആകുമ്പോ വിനോദ് ഷാർട്ട് റെഡി എന്ന് പറഞ്ഞു ഷേക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഷാർട്ട് കൂപ്പിടാங்க പോങ്ങ എന്ന് പറഞ്ഞു. അപ്പൊ ജനനായകനിലും ഉണ്ട് അല്ലേ? ഓക്കെ. അതും കോമ്പറ്റീഷൻ സീൻസ് ഉണ്ടോ വിജയ് സാർ? ഉണ്ട്. ഓക്കെ. നിങ്ങൾ ട്രെയിലറിൽ തന്നെ കണ്ടിരിക്കാം. ഞാനും തിരക്കിന്നു പറഞ്ഞേക്കണേ. എല്ലാരും ഇപ്പൊ തിരക്കിന്ന് അങ്ങ് പറഞ്ഞേക്കാം. ഓക്കെ. പറയാതെ വയ്യ സെഗ്മെന്റ് പെട്ടെന്ന് ബൈജു ചേട്ടനോടാണ്. വളരെ ശരിയെന്ന് വിചാരിച്ചെടുത്ത ചില തീരുമാനങ്ങൾ പ്രൊഫഷണലി പിന്നീട് തെറ്റായി പോയി എന്ന് തോന്നിയിട്ടുണ്ട്. വളരെ ശരിയെന്ന് വിചാരിച്ചെടുത്ത ചില തീരുമാനങ്ങൾ പ്രൊഫഷണലി പിന്നീട് തെറ്റായി പോയെന്ന് തോന്നിയിട്ടുണ്ട്. വല്ലാത്ത ചോദ്യമാണല്ലോ. തെറ്റായിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ ഓർമ്മ വരുന്നില്ല. ഓരോരുത്തർക്ക് ഡിഫറെന്റ്. തെറ്റുകളാണ് പറ്റിയത്. ഏത് തെറ്റാണ്? അതന്നെ ഏതെങ്കിലും പറഞ്ഞോ ഞങ്ങൾക്ക് ഒരു പാഠമായിട്ട്, എല്ലാവർക്കും ഒരു പാഠമായിട്ട് തോന്നുന്നു. ലിസ്റ്റ് സെയിം ക്വസ്റ്റ്യൻ അല്ലാട്ടോ, എല്ലാവർക്കും ഡിഫറെന്റ്. ഓർത്തേറ്റാ. അപ്പൊ ശ്രുതി ചേച്ചിയോട് വെക്കാം. ചില സൗഹൃദങ്ങൾ ലൈഫിൽ പാരയായിട്ടുണ്ട്. പിന്നെ എത്ര പേര് ഇൻഡസ്ട്രി. ഇപ്പൊ എനിക്ക് ബൈച്ചേട്ടൻ തന്നെ പറഞ്ഞ ഒരു വാക്ക് ഓർമ്മ, നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബൈച്ചേട്ടൻ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്. ആരും ഉണ്ടാവില്ല, നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. വിനോദേട്ടൻ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകൾ ജീവിതത്തിൽ പ്രൊഫഷണലിലും സഹായത്തിനായി എത്തിയിട്ടുണ്ട്. ജീവിതത്തിലും പ്രൊഫഷണൽ ലൈഫിലും സഹായത്തിനായിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഓക്കെ. പ്രൊഫഷണലി വെച്ച് നോക്കുമ്പോ ആരായിരിക്കും?
നമുക്കൊക്കെ അറിയാവുന്ന ആക്ച്വലി നമുക്ക് കൂടുതലായിട്ട് പരിചയമില്ലാത്ത ആൾക്കാർ ചില മൂവിയിൽ നമ്മളെ വെച്ച് പറയുമ്പോ വിനോദനാണ് കൂപ്പിടുക എന്ന് പറഞ്ഞപ്പോ സോ മലയാളത്തിലും അങ്ങനെ ചെയ്യുമ്പോ ഇവിടെ സൗദി വെള്ളക്കായാലും ഞാൻ ഒരു മജിസ്ട്രേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ഞാൻ പ്രതീക്ഷിക്കാത്ത റോളാണത്, ഒരു മജിസ്ട്രേറ്റ് ആയിട്ട്. മോസ്റ്റ്ലി എന്നെ കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്റെ അടുത്ത് കത്തിയും തോക്കാന്ന് എപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്നത്. സോ ആദ്യമായിട്ട് ഒരു പെണ്ണ് കൊടുത്ത് ഒരു ഗൗൺ എല്ലാം കൊടുത്ത് ഒരു സൗദി വെള്ളക്കായാലും ഒരു മജിസ്ട്രേറ്റ് ആയിട്ട്. സോ അത് നമ്മുടെ പപ്പേട്ടന്റെ മോൻ ബിനുവേട്ടനാണ് അത് റെഫർ ചെയ്തത്. ബിനുവേട്ടൻ ഞാനും സല്യൂട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്നാണ് ഞാൻ തരുൺ ഗോപിയുടെ മൂവിയിൽ കെയർ ചെയ്തത്. സോ ആ റോൾ തന്നെ എടുത്തത് തന്നെ. സോ നിങ്ങൾ പറഞ്ഞ ആ ക്വസ്റ്റ്യൻ മാച്ച് ആവും. അതായത് ശമ്പളത്തിന്റെ പേരിൽ ഞാൻ ഒരു 3 സിനിമകളിൽ അഭിനയിച്ചില്ല. അതെനിക്ക് ആലോചിക്കുമ്പോ അങ്ങനെ വേണ്ടായിരുന്നു, അത് അഭിനയിക്കേണ്ടതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ചെയ്യേണ്ടതായിരുന്നു അത്. പക്ഷെ ആ സമയത്ത് അത് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു നമ്മൾ ഇത്രയും കുറവ് ഫൈനാൻസിന് വേണ്ടി ഇത്രയും മെനക്കെടുന്ന ആ ഫീലിംഗ് എപ്പോഴെങ്കിലും വരുമോ? അതൊക്കെ ഉണ്ടാവും അല്ലേ? പക്ഷെ എന്നാലും ചെയ്ത് ഓപ്പർച്യൂണിറ്റീസ് ഏതാണ് എപ്പോഴാണ് എന്താണ് ക്ലിക്ക് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു 3 പടത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, ഞാൻ ചെയ്തില്ല. ചെയ്യണമായിരുന്നു. അത് ബിഗ് ഹിറ്റ് ആയ മൂവീസ് ആണോ? അത് മാത്രമല്ല ഹിറ്റ് ആയില്ലെങ്കിലും ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്ത പടങ്ങളാണ്. ഇപ്പൊ ഓർക്കുമ്പോ ഒരു ചെറിയൊരു സങ്കടം അല്ലേ? സങ്കടമൊന്നുമില്ല, ചെയ്യണമായിരുന്നു. ഈ ബൈച്ചേട്ടനെ എല്ലാം ഇങ്ങനെ തുറന്നു പറയും, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മുഖത്ത് നോക്കാതെ പറയുന്ന ഒരു കൂട്ടത്തിലായിട്ട് ചോദിക്കുകയാണ്. ഇപ്പം അമ്മയിലെ തന്നെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ന്യൂസിൽ കണ്ടു. അപ്പൊ കുറെ പേരൊക്കെ ഇങ്ങനെ പറഞ്ഞു, ബൈച്ചേട്ടനൊക്കെ എന്താ അതിൽ പങ്കെടുക്കാത്ത അല്ലെങ്കിൽ ഭാരവാഹിയാകാത്ത, നിങ്ങളൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന വ്യക്തികളെല്ലാം. ഞാൻ പോയില്ലെന്നേ ഉള്ളൂ, കഴിഞ്ഞ മീറ്റിങ്ങിന് പോയി. അപ്പം എല്ലാ കാര്യങ്ങളെല്ലാം പറയുന്ന കൂട്ടത്തിലാണോ ബൈച്ചേട്ടൻ? ഭാരവാഹി ആകണം എപ്പോഴെങ്കിലും അങ്ങനെ ചില സ്ഥലത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് പിന്നെ പറയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം ഉയർ മൂവി അങ്ങനെ തിയേറ്ററിൽ റൺ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ലാസ്റ്റ് ആയിട്ട് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഉയർ മൂവി എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ്. പിന്നെ നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ജീവിതമായിട്ട് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടാൽ നല്ലത്. അതെ, ഞങ്ങൾ എല്ലാവരും ഡെഫിനറ്റ്ലി പോയി കാണും. ആൻഡ് ശ്രുതി ചേച്ചി, ഇതുപോലത്തെ സ്റ്റോറീസ് ഇപ്പോഴും നടക്കുന്നുണ്ട്, ഇൻസിഡൻസ് നടക്കുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയ ഒരു കഥയാണ്. തീർച്ചയായിട്ടും പോയിട്ട് തിയേറ്ററിൽ തന്നെ കാണണം. യു ഹാവ് ടു എക്സ്പീരിയൻസ് ഇറ്റ് ഓൺ ദ ബിഗ് സ്ക്രീൻ. അവിടെയാണ് അതിന്റെ മാജിക്. எல்லாத்தையுமே ஆன்லைன்லயே பார்த்து பர்ச்சேஸ் பண்ணி பழக்கப்பட்டோம். ஸோ இதை டோன்ட் வெயிட் ஃபார் ஓடிடி, ப்ளீஸ் கோ அண்ட் வாட்ச் தியேட்டர். കൊല്ലത്തുനിന്നാണ്. അതെ, ഞങ്ങൾ എന്റെ അമ്മ വരെ അവിടെ ജനിച്ചു പഠിച്ചതല്ല. 2-3 ജനറേഷൻസ് ആയിട്ട് ചെന്നൈയിലാണ്. അപ്പൊ ജനിച്ചതും പഠിച്ചതും ചെന്നൈയിലാണ്. ഞാൻ അമ്മയാണ് മലയാളി, രണ്ടുപേരും മലയാളിയാണ്. അച്ഛനും അമ്മയും മലയാളിയാണ്. ശരി. ഞാൻ തമിഴ് +2 ഗ്രൂപ്പ് എനിക്ക് അഡ്വാൻസ് തമിഴാണ്. സോ തമിഴിലാണ് എനിക്ക് കൂടുതലായിട്ട്. സോ തമിഴ് കാതലൻ ഞാൻ. അവർ കാതൽ സംസാരിക്കുമ്പോ തന്നെ നല്ലൊരു ഭംഗി കേൾക്കാനായിട്ട്. വോയിസ് ഓവർ ആർട്ടിസ്റ്റും ആണ്. ഇവര് ആർജെ ആങ്കർ ഒക്കെ ആയിരുന്നു. വൈചേട്ടന്റെ ആക്ടിംഗ് അല്ലാണ്ട് അങ്ങനെ ആങ്കറിംഗ് ഒക്കെ കഴിവായിട്ട് വേറെ കാര്യം. ദീപിക അതല്ല, വൈചേട്ടൻ ശ്രുതി ചേച്ചി SRKയുടെ ഒപ്പം ആഡ് ചെയ്തിട്ടുണ്ട്, അത് അറിഞ്ഞിരുന്നോ? ഇല്ല. അതെന്താ ശ്രുതി ചേച്ചി ഇതൊക്കെ വൈചേട്ടനോട് പറയണ്ടേ? എന്നെ കുറിച്ച് ഒന്നും അറിയില്ല. അടുത്തിരിക്കണം എന്ന് അത് റിസർച്ച് ചെയ്തിട്ടില്ല ശ്രുതി ചേച്ചി. അത് ഓർമ്മപ്പെടുത്താനല്ലേ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ കണ്ടോ മറന്നുപോയതെല്ലാം പറഞ്ഞേ. അപ്പൊ ലാസ്റ്റ് ആയിട്ട് ശ്രുതി ചേച്ചി ഒരു പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് തീർക്കണം. ശ്രുതി ചേച്ചിയുടെ ഒരു പാട്ട്, ഹിന്ദി, ഒരു ഹിന്ദി പാട്ട് പ്ലീസ്, ഒരു ലാസ്റ്റ് ആയിട്ട്. कभी कभी मेरे दिल में ख्याल आता है
कि जैसे तुझको बनाया गया है मेरे लिए. മതി. ഒരു പ്രിപ്പറേഷൻ ഒന്നും അപ്പൂസ് എല്ലാ പ്രാവശ്യം വരുമ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കും. ഞാൻ മറന്നതാണ്. ഓക്കെ, അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ അടിപൊളി ആവട്ടെ. അപ്പൊ ഉയരെ എല്ലാരും ഡെഫിനറ്റ്ലി തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യാം. നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിലൊക്കെ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വേഗം ആയിക്കോട്ടെ, ഉയർ കാണുക. ഓക്കെ, താങ്ക് യു. ബൈ 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 ബൈ.